You have heard 1,000 times that he eats meat is simple present. What makes it present and what makes it simple? Let's break it down. You see, this eats. This is a single word. A single word verb is called simple. It is not a verb phrase. Then what makes it present? Let's see. To eat is the root plus s morpheme, you get eats. S is a present tense morpheme. So this is present tense because it carries s. So it's simple and present. Now, there is another way in English to make a verb show present tense. What's that? To eat plus zero morpheme. Zero. This is invisible, but this S morpheme is visible. So this zero is added to eat, two disappears and it becomes eat. Now it's a finite verb. That means it has tense. So ഇംഗ്ലീഷിലെ പ്ലൂറൽ സബ്ജക്റ്റുകൾ ഇത് സിംഗുലർ സബ്ജക്ട്സ് ആണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഈ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റുകളാണ് ഹി ഷീ ഇറ്റ് ഈ ഈസിനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നോക്കൂ, യു വി യു സെക്കൻഡ് പേഴ്സൺ ആണ്, വി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ്, ദെൻ ദേ തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. ഈ മൂന്ന് സബ്ജക്റ്റുകളും നോക്കൂ പ്ലൂറൽ സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ട് അവ ഈ സീറോ മോർഫീം ചേർന്ന വേർബിനെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യു ഈറ്റ്, we eat, they eat. Okay, but I eat meat. I is singular, it is first person singular, but it chooses eat, not eats. Why? തീർച്ചയായിട്ടും ഇവിടെ എന്താ വരേണ്ടിയിരുന്നത്? ഈറ്റ്സ് ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഐ നോക്കൂ ഈറ്റിനെയാണ് ചൂസ് ചെയ്തത്, ഒരു പ്ലൂറൽ വേർബിനെയാണ് ചൂസ് ചെയ്തത്. എന്താണ് കാരണം ഹി ഷീ ഇറ്റ് ഇവർ മൂന്നുപേരും ഉപയോഗിക്കുന്ന ഈറ്റ്സ് എന്നത് ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ വെർബാണ്. ഇവർ തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുപോലെ തന്നെ ഈറ്റ്സ് ഈസ് എ തേർഡ് പേഴ്സൺ സിംഗുലർ വെർബ് ആൻഡ് ഐ ഫസ്റ്റ് പേഴ്സൺ ഇറ്റ് വിൽ നെവർ അക്സെപ്റ്റ് or it will never choose eats. It chooses only eat. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താണ് കൺകോഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ദിസ് ഇസ് കൺകോഡ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഉണ്ട്, ഇവിടെ നമ്പർ എഗ്രിമെന്റ് ആണ്. സിംഗുലർ സബ്ജക്ട് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വെർബ്. ബട്ട് കൺകോഡ് ഇസ് മോർ എ മാറ്റർ ഓഫ് പേഴ്സൺ ദാൻ നമ്പർ എന്ന ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തേണ്ടി വരും, നിഗമനത്തിൽ എത്തേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കൂ, ഇത് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ക്യൂരിയസ് ടു നോ മോർ, click the link below.